എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 ജൂലൈ മാസം മകരക്കൂറിൽ വരുന്ന ഉത്രാടത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം, അതുപോലെ അവിട്ടത്തിൻ്റെ ആദ്യത്തെ പകുതി ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് ജൂലൈ മാസം എങ്ങനെയുണ്ടെന്നാണ് നോക്കാൻ പോകുന്നത്. മകരക്കൂറുകാർക്ക് ജൂലൈ മാസത്തിൻ്റെ ആദ്യ പകുതിയായിരിക്കും രണ്ടാമത്തെ പകുതിയേക്കാൾ കൂടുതൽ ഗുണകരമായിട്ടുള്ളത്. ആദ്യം തൊഴിൽ എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ, തൊഴിൽ വളരെയധികം ഗുണഫലങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. തൊഴിൽ ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ സമാധാന അന്തരീക്ഷമൊക്കെ നിലനിൽക്കുന്നതും, അതുപോലെ കൂടെ ജോലി ചെയ്യുന്നവരുമായിട്ടൊക്കെയുള്ള സൗഹൃദങ്ങളൊക്കെ വർദ്ധിക്കുന്നതും, ജോലികളൊക്കെ തന്നെ വളരെ ഈസിയായിട്ടും അതുപോലെ വേഗത്തിലും ഒക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ്. മേലുദ്യോഗസ്ഥന്മാരുമായിട്ടൊക്കെ നല്ല ബന്ധമൊക്കെ സ്ഥാപിക്കാനും സാധിക്കുന്നതാണ്. മേലുദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ തൊഴിൽദാതാക്കളോ ഇവരുമായിട്ടൊക്കെ നല്ല ബന്ധം സ്ഥാപിക്കാൻ സാധിക്കുന്നതാണ്. ബിസിനസ്സുകാർക്കും അനുകൂലമായ സമയം തന്നെയാണ്. എന്ത് മത്സരം മാർക്കറ്റിലുണ്ടായാലും അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാനും കഴിയുന്നതാണ്. ഇനി സാമ്പത്തിക സ്ഥിതി എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ, നിങ്ങളുടെ ചിലവുകൾക്കാവശ്യമായ പണം എങ്ങനെയെങ്കിലും നിങ്ങളുടെ കയ്യിലൊക്കെ വന്നു ചേരുന്നതാണ്. എന്നാൽ പണം സേവ് ചെയ്ത് വെക്കാൻ അല്പം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതാണ്. എന്നാൽ നിങ്ങളുടെ കയ്യിലുള്ള പണം സംരക്ഷിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ സമയം തന്നെയാണ്. പ്രാഥമിക വിദ്യാഭ്യാസം ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ ഉപരിപഠനം നടത്തുന്നവർക്കും ഇവർക്ക് രണ്ട് കൂട്ടർക്കും അനുകൂലമായ സമയം തന്നെയാണ്. മത്സര പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്നവരാണെങ്കിൽ ആ മത്സര പരീക്ഷകളിലൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വിജയമൊക്കെ കൈവരിക്കാനും സാധിക്കുന്നതാണ്. പഠന നിലവാരമൊക്കെ ഉയരുന്നതുമാണ്. ഇനി കുടുംബജീവിതം എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ, കുടുംബാംഗങ്ങൾക്കിടയിൽ എന്തെങ്കിലും ചെറിയ ചെറിയ തെറ്റിദ്ധാരണകളോ അല്ലെങ്കിൽ അംഗങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും ചില പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ തലപൊക്കി വരാനും സാധ്യതയുണ്ട്. ലവ് റിലേഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ, ഈ മാസം നിങ്ങളുടെ ലവ് റിലേഷനൊക്കെ വളരെയധികം ഗുണകരമായിട്ടൊക്കെ പോകുന്നതാണ്. പ്രണയ ജീവിതമൊക്കെ ആസ്വദിക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ബന്ധത്തിൽ വളരെയധികം സത്യസന്ധത പുലർത്തണം. അതുപോലെ സുതാര്യതയൊക്കെ പുലർത്തിയാൽ ബന്ധം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. ഇനി ആരോഗ്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം. നിങ്ങളുടെ ശരീരത്തിന് അനുയോജ്യമല്ലാത്ത ഭക്ഷണശീലങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങളൊക്കെ പലപ്പോഴും വന്നു ചേരാം. അതൊക്കെ ഒഴിവാക്കേണ്ടതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യത്തെയൊക്കെ അത് വളരെയധികം പ്രതികൂലമായിട്ടൊക്കെ ബാധിച്ചേക്കാം. പിന്നെ കൂടാതെ വാഹനം ഓടിക്കുമ്പോഴോ ഒക്കെ വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ആയുധം കൊണ്ട് ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ വൈദ്യുതിയൊക്കെ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവരോ ഒക്കെ ഉണ്ടെങ്കിൽ ആ ജോലി സ്ഥലത്തും അല്പം ശ്രദ്ധ നല്ലതാണ്. ജൂലൈ മാസം കൂടുതൽ ഗുണഫലങ്ങളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കുക, വ്യാഴാഴ്ച തോറും വൈഷ്ണവ ക്ഷേത്രദർശനം നടത്തി പ്രാർത്ഥിക്കുക, പക്കപ്പിറന്നാൾ തോറും ഗണപതി ഹോമം നടത്തുന്നത് വളരെയധികം ഗുണം ചെയ്യും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.